ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് മേഘവിസ്ഫോടനങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. മേഘവിസ്ഫോടനങ്ങളുടെ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുക. കാലാവസ്ഥാ വ്യതിയാനം മേഘവിസ്ഫോടനത്തിന് എങ്ങനെ കാരണമാകുന്നുവെന്ന് മനസ്സിലാക്കുക. മേഘവിസ്ഫോടന ലഘൂകരണ മാർഗങ്ങൾ കണ്ടെത്തുക. മേഘവിസ്ഫോടനം ഉണ്ടായാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ അറിയുക. ഈ മൊഡ്യൂളിൽ നമ്മൾ മേഘവിസ്ഫോടനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ക്ലൗഡ് ബേസ്റ്റ് അതായത് മേഘവിസ്ഫോടനം ഒരു സ്വാഭാവികവും സാധാരണവുമായ പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവയുൾപ്പെടെ ഹിമാലയൻ മേഖലയിൽ. മേഘവിസ്ഫോടനങ്ങളും അവയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളും ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുകയും ജീവൻ, സ്വത്ത്, ഉപജീവനമാർഗം, പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു പരിമിത പ്രദേശത്ത് പെട്ടെന്നുള്ള മഴ പെയ്യുമ്പോഴാണ് മേഘവിസ്ഫോടനം സംഭവിക്കുന്നത്. ഏതാനും ചതുരശ്ര കിലോമീറ്ററുകൾക്കുള്ളിൽ ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നു. മേഘങ്ങൾ ഒരു പ്രദേശത്ത് പൊട്ടിത്തെറിക്കുന്ന ഖരജലത്തിന്റെ പിണ്ഡമാണെന്ന മുൻ വിശ്വാസത്തിൽ നിന്നാണ് ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ന പദം വന്നത്. മേഘങ്ങൾക്ക് താഴെയുള്ള ഭൂമിയിൽ നിന്നുള്ള ചൂടുള്ള വായു ഈർപ്പം വഹിച്ചുകൊണ്ട് മുകളിലേക്ക് നീങ്ങുന്നതിനാൽ മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. സ്ഥിരമായ മഴയായി വീഴുന്നതിന് പകരം മഴ താഴേക്ക് വീഴുന്നതിനാൽ പരാജയപ്പെടുന്നു. ഇത് മേഘങ്ങളിൽ അമിതമായ സാന്ദ്രതയിലേക്ക് നയിക്കുന്നു. പുതിയ തുള്ളികൾ രൂപപ്പെടുകയും പഴയ തുള്ളികൾ അപ്ഡ്രാഫ്റ്റ് വഴി മേഘത്തിലേക്ക് തിരികെ തള്ളപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ വായുപ്രവാഹം മന്ദഗതിയിലാകുകയും മേഘങ്ങൾക്ക് മഴയെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതിന്റെ ഫലമായി 1 ഏക്കർ ഭൂമിയിൽ 70,000 ടൺ വെള്ളം വലിച്ചെറിയാൻ കഴിയുന്ന ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ മേഘവിസ്ഫോടനങ്ങൾ പ്രധാനമായും സംഭവിക്കുന്നത് താഴ്ന്ന മൺസൂൺ മേഘങ്ങൾ ഉയർന്ന കൊടുമുടികളാൽ തടസ്സപ്പെടുന്ന പർവ്വതങ്ങളിലാണ്. എങ്കിലും അവ മറ്റിടങ്ങളിലും സംഭവിക്കാം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ അഭാവം മൂലം ഹിമാലയത്തിലെ നിരവധി മേഘവിസ്ഫോടന സംഭവങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. കാലാവസ്ഥാ വ്യതിയാനം മേഘവിസ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റ് പ്രകൃതി ദുരന്തങ്ങളെ പോലെ അവയുടെ തീവ്രതയും ആവൃത്തിയും വർദ്ധിച്ചു. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനങ്ങൾ പതിവായി വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും മേഘവിസ്ഫോടന സംഭവങ്ങൾ ഗണ്യമായ നാശനഷ്ടങ്ങൾ കാരണമാകുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. നീരൊഴുക്കുകളും അരുവികളും നീർച്ചാലുകളിലൂടെ കവിഞ്ഞൊഴുകുകയും അത് ചരിവ് തകരാറുകളിലേക്കും മണ്ണൊലിപ്പിലേക്കും നയിക്കുകയും ചെയ്യുന്നു. ഈ സെഡിമെന്റേഷൻ ജലമാർഗങ്ങളിൽ വെള്ളപ്പൊക്ക സാഹചര്യം സൃഷ്ടിക്കും. മേഘവിസ്ഫോടനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം. പെട്ടെന്നുള്ള അമിതമായ അളവിൽ വെള്ളം അതിവേഗം ഒഴുകുന്നു. അവയുടെ പാതയിലെ എല്ലാം നശിപ്പിക്കുന്നു. മലിനീകരണം. വെള്ളപ്പൊക്കം നദികളെയും ആവാസ വ്യവസ്ഥയെയും മലിനമാക്കും. നാശം. മിന്നൽ വെള്ളപ്പൊക്കം ചെളിയും അവശിഷ്ടവും വഹിക്കുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യും. കനത്ത മഴ മണ്ണിടിച്ചിലിന് കാരണമാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ നശിപ്പിക്കുകയും റോഡ് വെള്ളപ്പൊക്കത്തിനും അപകടങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. വൈദ്യുതി മുടക്കം. കടുത്ത കാലാവസ്ഥ ദീർഘകാല വൈദ്യുതി മുടക്കത്തിലേക്ക് നയിച്ചേക്കാം. മേഘവിസ്ഫോടനങ്ങൾ കെട്ടിടങ്ങൾ തകർക്കാനും ആളുകളെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങാനും കാരണമാകും. അവ അണക്കെട്ടുകളിൽ വളരെയധികം
സമ്മർദ്ദം സൃഷ്ടിക്കുകയും അത് അണക്കെട്ടുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. മേഘവിസ്ഫോടനങ്ങൾ തടയാൻ ഒരു വഴിയുമില്ലെങ്കിലും ഉയർന്നതും സുരക്ഷിതവുമായ പ്രദേശങ്ങളിലേക്ക് മാറാനുള്ള മുന്നറിയിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വീകരിക്കാവുന്ന ലഘൂകരണ നടപടികൾ ഇവയാണ്. മെച്ചപ്പെട്ട വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നിർമ്മിക്കുക. വെള്ളപ്പൊക്കത്തെ നേരിടാൻ സഹായിക്കുന്നതിന് വീടുകളും ബിസിനസ്സുകളും പരിഷ്കരിക്കുക. വെള്ളപ്പൊക്ക നിരപ്പിന് മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. തന്ത്രപരമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. മരങ്ങൾ അധിക വെള്ളം ആഗിരണം ചെയ്യുകയും മണ്ണൊലിപ്പ് കുറയ്ക്കുകയും വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് മതിയായ വെള്ളപ്പൊക്ക തടസ്സങ്ങൾ ഉണ്ടെന്ന് നാം ഉറപ്പാക്കണം. എല്ലായ്പ്പോഴും ജലപാതകളിൽ നിന്ന് അകലെ ഉയരത്തിൽ വീടുകൾ നിർമ്മിക്കുക. ചെരിവുകൾ സൗമ്യമായ പ്രദേശങ്ങളിൽ പോലും ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നിർണ്ണയിക്കുവാൻ ശ്രമിക്കുക. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിന്ന് ഗണ്യമായി അകലെയുള്ള നിർമ്മാണത്തിനായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. 19/7/2020 രാത്രിയിൽ പിത്തോഡ്ഗഡ് ജില്ലയിലെ മഡ്ഖോട്ട് പ്രദേശത്തെ തങ്ക ഗ്രാമത്തിൽ മേഘവിസ്ഫോടനമുണ്ടായി. സംഭവം വലിയ നാശനഷ്ടമുണ്ടാക്കി. അതിൽ 3 പേർ മരിക്കുകയും 6 പേരെ കാണാതാവുകയും ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിലെ മേഘവിസ്ഫോടനങ്ങൾ ജലസംഭരണികളിലുടനീളം വെള്ളപ്പൊക്കത്തിന് കാരണമാക്കും. അതിനാൽ പർവ്വത പ്രദേശത്തെ നദികൾക്ക് സമീപം പോകുന്ന ഏതൊരാളും ജലത്തിന്റെ നിറത്തിലും ഒഴുക്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ ജാഗ്രത പാലിക്കണം. മേഘവിസ്ഫോടന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ നിവാസികളെയും വളർത്തുമൃഗങ്ങളെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ഒഴിപ്പിക്കലിനായി ഉയർന്ന ഉയരത്തിൽ ഒരു പ്രത്യേക അഭയകേന്ദ്രം സ്ഥാപിക്കുക. കനത്ത മഴക്കാലത്ത് പർവ്വതങ്ങളിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ ഉണ്ടായാൽ ജാഗ്രത പാലിക്കുക. അപകട സാധ്യത നിരീക്ഷിക്കാൻ ഒരു ലുക്കൌട്ട് വ്യക്തിയെ നിരീക്ഷകനെ നിയോഗിക്കുക. സമകാലിക വിവരങ്ങൾക്കായി റേഡിയോകളും പ്രാദേശിക മാധ്യമങ്ങളും ഉപയോഗിക്കുക. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും മുന്നറിയിപ്പ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. കഴിയുമെങ്കിൽ മുന്നറിയിപ്പ് ആപ്ലിക്കേഷനുകൾ ദുരന്തങ്ങൾക്ക് മുൻപും ശേഷവും പ്രദേശ നിർദ്ദിഷ്ട അലേർട്ടുകൾ നൽകിക്കൊണ്ട് IMD ആപ്ലിക്കേഷനുകൾ, സജേദ് ആപ്ലിക്കേഷൻ എന്നിവ കർഷകർക്കും പൊതുജനങ്ങൾക്കും നിർണായകമായ വിവരങ്ങൾ നൽകും. അയൽക്കാരെ സഹായിക്കുക. ശക്തമായ കയറുകളും നന്നായി സജ്ജീകരിച്ചിരിക്കുന്ന പ്രഥമ ശുശ്രൂഷ കിറ്റും രക്ഷാപ്രവർത്തനങ്ങൾ ഉപകരിക്കും. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഒഴിപ്പിക്കുമ്പോൾ എല്ലായ്പ്പോഴും ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളുള്ള ഒരു എമർജൻസി കിറ്റ് കൈവശം വെക്കുക. മേഘവിസ്ഫോടന സമയത്ത് ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഒഴിഞ്ഞു പോകാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. താഴ്വാരങ്ങളിലേക്ക് വേഗത്തിൽ നീങ്ങരുത്. ജാഗ്രതയോടെ നീങ്ങുക. കൗതുകമോ സെൽഫികൾക്കുള്ള ആഗ്രഹമോ നിങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അനുവദിക്കരുത്. നഷ്ടാവശിഷ്ടങ്ങളിൽ വീണ്ടെടുക്കാൻ കാത്തിരിക്കരുത്. ഉടൻ തന്നെ ഒഴിഞ്ഞു പോകുക. മലിനമോ അപകടകരമോ ആയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ഒഴുകുന്ന വെള്ളം ഒഴിവാക്കുക. അത് നിങ്ങളെ ഒഴുക്കിൽപ്പെടുത്തിയേക്കാം. എമർജൻസി ജീവനക്കാരുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. മലിനമായതിനാൽ തുറന്നു കിടക്കുന്ന ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്.
കൊള്ളയടിക്കപ്പെടുന്നത് തടയാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. സന്നദ്ധ പ്രവർത്തകർക്ക് സമൂഹത്തിൽ കേന്ദ്ര ബിന്ദുക്കളായി പ്രവർത്തിക്കാനും മുന്നറിയിപ്പുകൾ പ്രചരിപ്പിക്കാനും ഒഴിപ്പിക്കലിൽ സഹായിക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സേവനമനുഷ്ഠിക്കാനും സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും കഴിയും. സംക്ഷേപം: ഒരു മേഘവിസ്ഫോടനത്തിൽ 1 മണിക്കൂറിനുള്ളിൽ പരിമിതമായ പ്രദേശത്ത് 100 മില്ലിലിറ്ററിലധികം മഴ ലഭിക്കുന്നു. അമിത അളവിലുള്ള വെള്ളം പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുകയും വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്യും. വിവരമറിയിക്കുകയും IMD ആപ്പ് പോലുള്ള മുൻകൂർ മുന്നറിയിപ്പ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ ഒരു എമർജൻസി കിറ്റ് കൈവശം വെക്കുക. മലിനജലം ഒഴിവാക്കുകയും വെള്ളപ്പൊക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഒരു മൂല്യനിർണ്ണയ പരിശീലനത്തിലൂടെ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കാനുള്ള സമയമാണിത്. എല്ലാ ചോദ്യങ്ങളും തുല്യ മൂല്യമുള്ളവയാണ്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ ചെയ്യണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ.